ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ തസ്തികയിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 14 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളാണ് വായിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ 11/2024 M. 14-ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ആണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന് അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക എന്നതാണ് ചോദ്യം. അതിന് ഉത്തരം സി ആണ്. സി, മാൻഡമസ് എന്നാണ് പറയുന്നത്. 15-ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? അപ്പോൾ 4 പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് 4ഉം ശരിയാണ്. വായിക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. മൂന്നാമത്തേത്, ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. നാലാമത്തേത്, ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. ഇനി 16-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏത്? ഉത്തരം സി ആണ്, ചോളം. 17-ാമത്തെ ചോദ്യം, ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ്. ഉത്തരം ബി, എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം, അതാണ് അതിനുത്തരം. ഇനി 18-ാമത്തെ ചോദ്യം, ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേര്. ഡി, പദ്ധതിയുടെ പേര് കൂട്ട് എന്നാണ്. ഇനി 19-ാമത്തെ ചോദ്യം, ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്. ഇതിനുത്തരം എ ആണ്, 2100 കലോറി. അടുത്ത പേജ് ഉടനടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.